ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ മലയാളത്തിന്റെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള താരമായ ലാലേട്ടന്റെ ഈ 2025 വർഷത്തിലെ അടുത്ത ഷൂട്ടിങ്ങിനെ കുറിച്ചുള്ള അതോടൊപ്പം തന്നെ റിലീസുകളെ കുറിച്ചുള്ള ലൈനപ്പിന്റെ അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ ജൂലൈ മാസം 10-ാം തീയതി മുതൽ ലാലേട്ടൻ ഈ വർഷം അവസാനം വരെ അഭിനയിക്കുന്ന സിനിമകളുടെ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നു. അതിലേക്ക് വരുന്നതിന് മുന്നേ ലാലേട്ടൻ നായകനായി എത്തുന്ന ഈ വർഷത്തിലെ 2 തിയേറ്റർ റിലീസിനൊരുങ്ങുന്ന സിനിമകളിലേക്ക് വരികയാണെങ്കിൽ അതിലൊരു സിനിമ മലയാളം സിനിമയാണ്. സത്യനന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയാണത്. ചിത്രം ഓഗസ്റ്റ് മാസം അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. മറ്റൊരു സിനിമ അന്യഭാഷാ സിനിമയായിട്ടാണ് ലാലേട്ടൻ്റെതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അത് ഋഷഭ എന്ന സിനിമയാണ്. ലാലേട്ടൻ്റെ ഈ തെലുഗു പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമ ഒക്ടോബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഈ വർഷം ലാലേട്ടൻ നായകനായി എത്തുന്ന സിനിമകളിൽ ഈ 2 സിനിമകളാണ് തിയേറ്ററുകളിൽ റിലീസിനായിട്ട് ഒരുങ്ങുന്നത്. ഇനി ലാലേട്ടൻ അഭിനയിക്കുന്ന സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ജൂലൈ 10-ാം തീയതിയോടെ ദിലീപ് നായകനായി എത്തുന്ന ബബബ എന്ന സിനിമയിലേക്ക് ലാലേട്ടൻ ജോയിൻ ചെയ്യാനായിട്ടിരിക്കുകയാണ്. ലാലേട്ടന്റെയും ദിലീപിന്റെ അടക്കമുള്ള കോമ്പിനേഷൻ സീൻസ് ജൂലൈ 10 മുതൽ തന്നെ ചിത്രീകരിച്ചു തുടങ്ങും. ഏകദേശം 10-15 ദിവസത്തെ ഡേറ്റ് ആണ് ലാലേട്ടൻ ഈ സിനിമയ്ക്കായിട്ട് നൽകിയിരിക്കുന്നത്. അങ്ങനെ ജൂലൈ അവസാനത്തോടെ ബബബ എന്ന സിനിമയിലെ ലാലേട്ടൻ ഭാഗങ്ങൾ പൂർത്തീകരിച്ചാൽ പിന്നെ ലാലേട്ടൻ ജോയിൻ ചെയ്യാനായിട്ടിരിക്കുന്നത് ജയിലർ 2 എന്ന സിനിമയിലെ ലാലേട്ടൻ രംഗങ്ങളിലേക്കാണ്. അതോടൊപ്പം തന്നെ പേട്രിയറ്റ് എന്ന മലയാളം മൾട്ടി സ്റ്റാർ സിനിമയുടെ മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്കുമായിരിക്കും. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടെ തന്നെ ലാലേട്ടന്റെ പേട്രിയറ്റിലെ മുഴുവൻ രംഗങ്ങൾ പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇതേ സമയം തന്നെ രജനികാന്ത് സിനിമയായ ജയിലർ 2-ലെ ലാലേട്ടൻ പോർഷൻസും കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കാം. ജയിലർ 1-ൽ ഇതുപോലെ ഒരൊറ്റ ലൊക്കേഷനിലല്ല ലാലേട്ടന് ഷെഡ്യൂൾ ഉള്ളത്. 1-2 ലൊക്കേഷനിൽ ലാലേട്ടന് രംഗങ്ങളുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പേട്രിയറ്റും ജയിലർ 2 ഷൂട്ട് നടക്കുകയാണെങ്കിൽ ശേഷം ഒക്ടോബർ മാസത്തോടെയാണ് ലാലേട്ടൻ ദൃശ്യം 3 എന്ന സിനിമയിലേക്ക് ജോയിൻ ചെയ്യേണ്ടത്. ജിത്തുവിന്റെ മലയാളത്തിലെ വൻ സിനിമ ദൃശ്യം 3യുടെ ഷൂട്ട് ഈ വർഷം ഒക്ടോബർ മാസം ആരംഭിക്കുമെന്ന ഒഫീഷ്യൽ പ്രഖ്യാപനമെല്ലാം തന്നെ വന്നു കഴിഞ്ഞതാണ്. ഏകദേശം നവംബർ മാസത്തോടെ തന്നെ സിനിമയിലെയും ലാലേട്ടന്റെ പോർഷൻസ് പൂർത്തിയാക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇതിനിടയിൽ തുടക്കം എന്ന സിനിമയിൽ കൂടി ലാലേട്ടൻ ഈ വർഷം അഭിനയിക്കുന്നുണ്ട്. അത് ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാൽ നായികവേഷത്തിലെത്തുന്ന ആദ്യ സിനിമയാണ്. ചിത്രത്തിൽ ലാലേട്ടന് കാമിയോ അതല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് കാമിയോ വേഷത്തിലെത്തും. ഈ വർഷം തന്നെയാണോ സിനിമയുടെ ഷൂട്ട് അതല്ലെങ്കിൽ എപ്പോഴാണ് സിനിമയുടെ ഷൂട്ട് എന്നൊരു കൃത്യമായ റിപ്പോർട്ടൊന്നും തന്നെ ഇനിയും വന്നിട്ടില്ല. ഈ വർഷം തന്നെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഈ വർഷം അവസാനത്തോടെ ഒരു നവംബർ ഡിസംബർ മാസത്തോടെ തന്നെയാണ് ഓസ്റ്റിൻ ഡാൻ സംവിധാനം ചെയ്ത ലാലേട്ടൻ നായകനായി എത്തുന്ന പോലീസ് കോമഡി എന്റർടൈനർ സിനിമയുടെ ഷൂട്ട് നടക്കുക എന്ന് ഇപ്പോഴത്തെ ലാലേട്ടൻ സിനിമകളുടെ പ്ലാൻസ് അനുസരിച്ച് ഉറപ്പിക്കാം. ആഷിഖ് ഉസ്മാനാണ് സിനിമ നിർമ്മിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 2025 ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ തിരക്കിലേക്കാണ് ലാലേട്ടൻ ഈ വർഷത്തിന്റെ 2-ാം പകുതിയിൽ പോകുന്നത്. ഇതിനിടയിൽ തന്നെ ബിഗ് ബോസ് ഷോ കൂടി ലാലേട്ടൻ ഓഗസ്റ്റ് മാസം മുതൽ നവംബർ വരെ ഓരോ ആഴ്ചയിലും 2 ദിവസങ്ങൾ വെച്ച് അവതരിപ്പിക്കാനായിട്ടെത്തും. അപ്പോൾ കാത്തിരിക്കൂ ലാലേട്ടൻ സിനിമകളുടെ ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്ക്.